ഹായ് ഹലോ, നമുക്കിന്ന് എഗ്ഗ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു ചപ്പാത്തി റോൾ ഉണ്ടാക്കി നോക്കിയാലോ. ഇത് മക്കൾക്ക് ടിഫിൻ ബോക്സിലും അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. വളരെ എളുപ്പമാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാമേ. അതിനായി ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത്, ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി, 1/4 കപ്പ് ക്യാബേജ്, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചൂടുകട്ടിയുള്ള പാത്രം എടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ 1 ടീസ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു കുറച്ച് ബട്ടർ കൂടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വന്ന ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യമായി ഞാൻ സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള ചെറുതായി ഒന്ന് വഴണ്ടു വന്ന ശേഷം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ചെറുതായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത ശേഷം അതിലേക്ക് ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ചെറുതായി ഒന്ന് വഴറ്റ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വെജിറ്റബിൾ ഒക്കെ ചേർത്ത് കൊടുക്കാം. മഷ്റൂം ചേർത്ത് കൊടുക്കാം, ബീൻസ് ചേർത്ത് കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പറും 1/4 ടീസ്പൂൺ ഷുഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വിനെഗർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളിയും ചെറുതായ മധുരവും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിനായി നമുക്കൊരു 3 മുട്ട എടുക്കാം. മുട്ട ഓരോന്നായി ഞാൻ ഈ പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായ ശേഷം നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് പാനിൻ്റെ എല്ലാ വശത്തേക്കും ആക്കി കൊടുക്കാം. ഒരു മിനിറ്റിന് ശേഷം കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി ഈ എഗ് മിക്സിലിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. മുട്ട ഒന്ന് ചെറുതായി കുക്കായ ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ അതിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഓരോ മുട്ടയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിംഗ് ഒക്കെ ചേർത്ത് കൊടുത്ത് റോൾ ചെയ്തെടുക്കാം. അതിനായി ഞാൻ കുറച്ച് മയോണീസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1 ടേബിൾ സ്പൂൺ മതിയാകും. ഇനി അതിലേക്ക് കെച്ചപ്പ് ഒരു 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് എല്ലാം വെച്ച് കൊടുക്കാം. നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കുന്നെങ്കിൽ ഏതുതരം വെജിറ്റബിൾസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്കതൊന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇത്രയും എളുപ്പത്തിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ മക്കൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാനും എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലേ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ ഓരോ കമൻറ്റും ലൈക്കും എനിക്ക് ഒത്തിരി വിലപ്പെട്ടതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.